ഒപ്പം ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കിഷോർ എന്നാണ്. അദ്ദേഹം ഈ 2009 VS ഈ വിമാനത്താവളത്തിൽ വരുമ്പോൾ ഈ മുദ്രാവാക്യം വിളിച്ച ഓർമ്മ അദ്ദേഹത്തിനുണ്ട്. അതെന്തായിരുന്നു അങ്ങനെ? VSന് സേവന PV നടപടിയെടുത്ത് വന്നപ്പോഴാണ് എയർപോർട്ടിൽ നിയമ ഏരിയയിൽ നിന്ന് പള്ളിച്ചൽ ലോക്കൽ കമ്മിറ്റിയിലെ സഖാക്കളാണ് പോയത്. ഞങ്ങളാണ് ആ മുദ്രാവാക്യം വിളിച്ചത് ഞാൻ എൻ്റെ കൂടെ 8 സഖാക്കളുണ്ടായിരുന്നു. ആദ്യമായിട്ട് കണ്ണേ കരളെ VS എന്ന് വിളിക്കുന്ന ഞാനാണ്. 2009 ജൂലൈ 12 രാത്രി 9 മണിയാവും എയർപോർട്ടിൽ. അന്നാണ് ഈ മുദ്രാവാക്യം ആദ്യമായിട്ട് വിളിക്കുന്നത്. പിന്നെ അത് കേരളം മൊത്തം ഏറ്റെടുത്ത് ആ വിളി. പത്രക്കട്ടിങ്ങുകളൊക്കെ അങ്ങയുടെ കയ്യിൽ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നില്ലേ അന്നത്തെ കണ്ണേ കരളെ VS? അദ്ദേഹം പറയുന്നത് അതാണ്. അത് ഈ നമുക്ക് VSനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ, കണ്ണേ കരളെ എന്ന് വിളിക്കാൻ ഉള്ളൊരു ഇതിലേക്ക് വന്നത്. അതെ, VS എന്ന് പറഞ്ഞാൽ നമ്മളെ നിയമ ഏരിയയിൽ നമ്മളെ ഭാസ്കര സാറ്, തിരുവല്ല ശിവരായ സാറ്, പാറക്കുഴി, അങ്ങനെ ഒരു ടീം VSന് വേണ്ടി ശക്തമായി നിന്ന ഒരു ടീമാണ്. അത്തരത്തിൽ ആ പത്രക്കട്ടിങ്ങുകളാണ് ക്രിസ്റ്റീന അദ്ദേഹം കാണിക്കുന്നത്. ഇതിൽ ഈ പത്രക്കട്ടിങ് അദ്ദേഹമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ കട്ടിങ്ങിലാണ് അദ്ദേഹം അന്ന് 2009 PVയിൽ നിന്ന് നടപടിയെടുത്ത് വിമാനത്താവളത്തിൽ വരുന്ന സമയത്തെ മുദ്രാവാക്യം ഉയർത്തുന്നത് അദ്ദേഹമാണ്. കിഷോറാണ് മുദ്രാവാക്യം ഉയർത്തുന്നത്. കണ്ണേ കരളെ VS എന്ന് അദ്ദേഹം വിളിക്കുന്നതിൻ്റെ ആ ചിത്രങ്ങളാണ് കാണുന്നത്. അത്തരത്തിൽ നിരവധിയായ ഓർമ്മകൾ ഇങ്ങനെ ഇവിടേക്ക് എത്തുന്നുണ്ട് ക്രിസ്റ്റീന. അത് പലവിധ മനുഷ്യർ അവരുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നുണ്ട്. കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യങ്ങൾ ഇങ്ങനെ വാനിലുയർന്ന് അങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഒരു മനുഷ്യനതാ കാണുന്നു. അതുമാത്രമല്ല, ഒറ്റപ്പാലത്ത് നിന്നും മലമ്പുഴയിൽ നിന്നുമൊക്കെ ഇവിടെ VSനെ കാണാൻ, ഒരു നോക്ക് കാണാൻ വന്നു പോകുന്ന മനുഷ്യരെ കാണുന്നു. അത്തരത്തിൽ അങ്ങേയറ്റം വൈകാരികമാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് ഈ നിമിഷങ്ങൾ, ഈ സമയം ഇങ്ങനെ കടന്നു പോകാൻ. കാരണം അവർക്കൊപ്പം അവർ അവരുടെ ആശ്രമമായി കണ്ടൊരു നേതാവ്, ആ നേതാവ് വളരെ ചുരുങ്ങിയൊരു കാലം, ഒരു 5 വർഷക്കാലം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നെങ്കിൽ പോലും തങ്ങളുടെ ഉള്ളിൽ ചിരപ്രതിഷ്ഠ നേടിയ 2 അക്ഷരമാണ് VS എന്ന് ഊട്ടി ഉറപ്പിക്കുകയാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഈ വലിയ ജനാവലി. ഇതാ ഇപ്പോഴും വേലിക്കകത്ത് വീടിന് മുന്നിലാണ് ആ ദൃശ്യങ്ങൾ കാണുന്നത്. തൊട്ടപ്പുറത്ത് ഇങ്ങനെ ആളുകൾ വന്ന് മടങ്ങുന്നത്, VSന് ഒരു നോക്ക് കണ്ട് മടങ്ങുന്നതും തൊട്ടപ്പുറത്ത് ദൃശ്യങ്ങളിലുണ്ട്. അത്തരത്തിൽ വൈകാരികമായ രംഗങ്ങളാണ് ക്രിസ്റ്റീന. ഏതാണ്ട് 8-9 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ VSൻ്റെ ഭൗതികദേഹം ഈ വീട്ടിൽ നിന്നും ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അത് ഈ വന്ന അദ്ദേഹത്തെ കാണാൻ പോകുന്ന ആളുകളുടെ ഒരു തിരക്കനുസരിച്ചിരിക്കും ആ ഒരു സമയം അങ്ങനെ തന്നെ ക്രമീകരിക്കാനാകുമോ എന്നുള്ളത് സംബന്ധിച്ച് നമുക്കറിയാൻ കഴിയും. എന്താണെങ്കിലും അങ്ങനെ പാർട്ടി ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ദർബാർ ഹാളിലെ പൊതുദർശനത്തിന് ശേഷമായിരിക്കും ആലപ്പുഴയിലേക്കുള്ള വിലാപയാത്ര ആരംഭിക്കുക. നേരത്തെ AM ആരിഫ് അടക്കം അത്തരത്തിൽ നേതാക്കളടക്കം പറയുന്നത് പോലെ സമയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പോലും വ്യക്തമല്ല എപ്പോൾ ആലപ്പുഴയിലേക്ക് എത്തുമെന്നും നാളെ രാവിലെ നിശ്ചയിച്ച പൊതുദർശനവും മറ്റു കാര്യങ്ങളും ഒക്കെ എപ്പോൾ തുടങ്ങാനാകുമെന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. അത്തരത്തിൽ ഈ വെളുപ്പാൻ കാലത്ത് VSനെ ഒരു നോക്ക് കാണാൻ ആളുകൾ ഒഴുകി എത്തുന്നു വേലിക്കകം വീട്ടിലേക്ക്. അങ്ങേയറ്റം വൈകാരികമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു VSനെ ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സും ഹൃദയവും എല്ലാം. ക്രിസ്റ്റീന, VS എന്ന 2 അക്ഷരത്തിന് വിട നൽകുകയാണ് രാഷ്ട്രീയ കേരളം. വേലിക്കകത്ത് വീട്ടിൽ നിന്നാണ് നമ്മുടെ പ്രതിനിധികൾ പലരും ഇപ്പോൾ തത്സമയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 1923 ഒക്ടോബർ 20 ആലപ്പുഴയിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് ശങ്കരൻ എന്ന അച്യുതാനന്ദൻ്റെ ജനനം, കഷ്ടപ്പാടുകളുടെ ഒരു ചെറുപ്പകാലം, വലിയ വിവേചനങ്ങൾ നേരിട്ട ബാല്യം, 4-ാമത്തെ വയസ്സിൽ അമ്മ അക്കമ്മയെയും 11-ാമത്തെ വയസ്സിൽ അച്ഛൻ ശങ്കരനെയും നഷ്ടമായതോടെ ഔപചാരിക വിദ്യാഭ്യാസത്തിന് അവസാനം കുറിച്ച ഒരു ജീവിതം. പക്ഷേ ജീവിതത്തിൽ അവസാന കാലഘട്ടം വരെ പുതിയ കാര്യങ്ങൾ പഠിച്ചതിലൂടെ നിരന്തരം സ്വയം മെച്ചപ്പെടുത്തലിൻ്റെ പാതയിലായിരുന്നു VS അച്യുതാനന്ദൻ.